നമ്മുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് 108 ആംബുലൻസുകൾ പൂർണ്ണമായിട്ടും പാമ്പ് കടി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ടായാൽ ആൻറ്റിവനം ലഭ്യമാകുന്ന ആശുപത്രികളുടെ തന്നെ പേരുകൾ ലഭ്യമാക്കി അങ്ങോട്ട് ആളുകളെ കൊണ്ടുപോകാനുള്ള പ്രത്യേകമായിട്ടുള്ള സമയം ഉണ്ടാക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഒഴിവാക്കാൻ കഴിയുന്ന ആവശ്യമുള്ളവരാണെങ്കിൽ തൽക്കാലം 2-3 ദിവസത്തേക്ക് കൂടി പുറത്തേക്കുള്ള അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കണം. ഒരു 3-4 ദിവസങ്ങൾ കഴിഞ്ഞ് ക്രമീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ക്രമീകരിക്കണം. അഥവാ ഒരു രക്ഷയുമില്ല പുറത്തിറങ്ങണം എന്ന് തോന്നുന്നവർ പരമാവധി ശരീരത്തിൽ ഈ ചൂട് തട്ടാതിരിക്കാൻ, പ്രത്യേകിച്ച് ഡയറക്റ്റ് ഹീറ്റ് വരാതിരിക്കാൻ കൊടകൾ നിർബന്ധമായും, പാദരക്ഷകൾ, സൺഗ്ലാസ് പോലെയുള്ള കാര്യങ്ങൾ, അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ എന്നിവ ധരിച്ചു പോകണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ഇന്ന് ചേർന്ന എല്ലാ വകുപ്പുകളെയും മന്ത്രിമാരെയും പങ്കെടുത്തിട്ടുള്ള യോഗം ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ചില വകുപ്പുകളെ ഇക്കാര്യത്തിൽ പ്രത്യേകമായ ചുമതല നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അക്കാര്യത്തിൽ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ലോക്കൽ ഹീറ്റ് ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കാനുള്ള ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളുടെ സാമ്പത്തികവും സാങ്കേതികവുമായിട്ടുള്ള സഹായങ്ങൾ ഉറപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാർച്ച് മാസത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി എല്ലാ ജില്ലകൾക്കും 1 കോടി രൂപ അഡ്വാൻസായി ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തേണ്ട ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അടിയന്തരമായി സഹായിക്കേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ഈ അർത്ഥത്തിൽ സഹായിക്കണം. പൊതുവായി മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പൊതുജനങ്ങളാകെ നമ്മുടെ മുമ്പിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ഉഷ്ണ തരംഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ വളരെ ഗൗരവമായിട്ടുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടാകണം. ഒരു പ്രതിസന്ധിയും ഇല്ലാത്ത വിധത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. നമ്മുടെ പൊതുപ്രദേശങ്ങൾ, പ്രത്യേകിച്ച് മാർക്കറ്റുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ട്രാഫിക് സിഗ്നലുകൾ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ടും താൽക്കാലിക തണ്ണീർ പന്തലുകൾ വയ്ക്കണം. പൊതുകേന്ദ്രങ്ങളിലെല്ലാം ആളുകൾക്ക് സുഖകരമായി ഇരിക്കാനും വെള്ളം കുടിക്കാനുമുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും ചെയ്യേണ്ടതുണ്ട്. എല്ലാ വകുപ്പുകളോടും, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, മൃഗസംരക്ഷണ, കൃഷി വകുപ്പുകൾ, ലേബർ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ്, വാട്ടർ അതോറിറ്റി, അങ്ങനെ പ്രധാനമായിട്ടും ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ട വകുപ്പുകളെല്ലാം പ്രത്യേകമായിട്ടുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. തൊഴിലിടങ്ങളിൽ ആളുകൾക്ക് ആവശ്യമായ വിശ്രമം നൽകണം. ഇനി യൂണിഫോം ധരിച്ചുകൊണ്ടുള്ള തൊഴിലെടുക്കുന്ന ആളുകൾക്ക്, പോലീസ് ഒഴികെ പ്രത്യേകിച്ച് സ്ഥാപനങ്ങളിലൊക്കെ തൊഴിലെടുക്കുന്ന ആളുകൾക്ക് യൂണിഫോം കോഡ് ഒഴിവാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ ഉടമകളുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനം നടത്തണം എന്നും പറഞ്ഞിട്ടുണ്ട്. പൂരവുമായി ബന്ധപ്പെട്ട പ്രത്യേക നിർദ്ദേശം, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ആനകളുടെ ചൂട് എടുക്കാതിരിക്കാനുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ്. സംഘാടകരുമായിട്ട് ആ കാര്യം പ്രത്യേകമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ആന ഇടഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് നല്ല ചാക്ക്, ചവിട്ടി പോലെയുള്ള സാധനങ്ങളിട്ട് എപ്പോഴും വെള്ളം കൊടുത്ത് തണുപ്പിക്കാവുന്ന അവസ്ഥ ഉണ്ടാകണം എന്ന് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആരോഗ്യവകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് എമർജൻസി ഹീറ്റ് കിയോസ്കുകൾ എല്ലാ പ്രദേശത്തും പ്രത്യേകമായിട്ട് കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പൂരവുമായി ബന്ധപ്പെട്ടും ആവശ്യമായിട്ടുള്ള നല്ല നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ആ വിധത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൻ്റെ നിർദ്ദേശം. അതുകൊണ്ട് 2 ദിവസങ്ങൾ കൂടി കഠിനമായിട്ടുള്ള ചൂടും ഹ്യൂമിഡിറ്റിയും ഉണ്ടാകും എന്ന പൊതുധാരണ ആളുകളുടെ മുമ്പിൽ ഉണ്ടാകണം എന്ന വിധത്തിലാണ് കണ്ടിട്ടുള്ളത്. അല്ല, തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം കൂടി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കൂടിയാലോചിച്ച യോഗവും ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൂടിയാലോചിച്ച യോഗവും ഇടുകയുണ്ടായി. അതുകൊണ്ട് വെള്ളം കുടിക്കാവുന്ന കേന്ദ്രങ്ങൾ കൂടുതലുണ്ടാകണം. ആരോഗ്യവകുപ്പിൻ്റെ ഹീറ്റ് ക്ലിനിക്കുകൾ ആരംഭിക്കണം. എല്ലായിടത്തും ചികിത്സ നൽകാനുള്ള സൗകര്യം ഉണ്ടാകണം. സാധാരണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ സ്ട്രക്ചറുകൾ ഉൾപ്പെടെ കരുതണം. ഒരു പ്രശ്നമുള്ളത്, സാധാരണ തലചുറ്റി വീഴുന്ന ആളുകളെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള വളണ്ടിയേഴ്സ് ആ സ്ട്രക്ചറിൽ കൊണ്ടുപോകും. ഇപ്പോൾ ഈ ചൂട് ആ വളണ്ടിയേഴ്സിനെയും ബാധിക്കും. അതുകൊണ്ട് പരമാവധി ആളുകൾ അഡ്ജസ്റ്റ് ചെയ്തും പരമാവധി തലയിലേക്ക് ചൂടിറങ്ങാത്ത വിധത്തിൽ ക്രമീകരിച്ചും ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകണം. ഞാനത് പറഞ്ഞ് 23-24 തീയതികളേക്കാൾ കുറച്ച് കുറഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഉഷ്ണതരംഗത്തിൻ്റെ മുന്നറിയിപ്പ് മറികടക്കാനുള്ള രീതിയായിട്ടില്ല.
27-ാം തീയതിയാണ് ഒരു വേനൽ മഴ പൊതുവെ കേരളം IMDയുടെ നിർദ്ദേശപ്രകാരം പ്രതീക്ഷിക്കുന്നത്. അതുവരെ ഈ താപനില ഉണ്ടാകും എന്ന ധാരണയോടുകൂടി നല്ല തയ്യാറെടുപ്പുകൾ ഉണ്ടാകും.